നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ മധുരക്കറിയാണ്. ഇത് തേങ്ങ അരയ്ക്കാതെയാണ് ഉണ്ടാക്കുന്നത്. എരിവും പുളിയും മധുരവും ഒക്കെയുള്ള ഒരു നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇത് ഒഴിച്ചു കൂട്ടുന്ന ഒരു കറിയല്ല. നിങ്ങളൊരു പക്ഷെ കഴിച്ചിട്ടുണ്ടാവും. സദ്യക്കൊക്കെ ഇലയുടെ ഒരറ്റത്ത് തൊട്ട് കൂട്ടാനായിട്ട് കറി വെക്കില്ലേ, നമ്മുടെ പുളിയിഞ്ചിയൊക്കെ കൂട്ടി കഴിക്കില്ലേ, അതുപോലെ കൂട്ടി കഴിക്കാനുള്ള ഒരു കറിയാണ്. സദ്യക്ക് മാത്രമല്ല, ഞാനിത് ഉണ്ടാക്കിയിട്ട് കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. കുറച്ച് ദിവസത്തേക്ക് കേടുകൂടാതെ ഇരുന്നോളൂ. നല്ല എരിവുള്ള കറിയൊക്കെ കൂട്ടി ചോറ് കഴിക്കുന്ന സമയത്ത് തൊട്ട് കൂട്ടാനായിട്ട് നല്ല ടേസ്റ്റാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാം, ഒരു ബുദ്ധിമുട്ടില്ല. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഇത്, പക്ഷെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഒരുപാട് നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് കാണാം നല്ല ടേസ്റ്റുള്ള സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ മധുരക്കറി എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന്. ഞാൻ ഒരു പൈനാപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോ ഒരു 1.25 കിലോ ഒക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ തലഭാഗം അങ്ങ് മാറ്റാം, അടിഭാഗം അങ്ങ് മാറ്റാം. ഇപ്പം മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊലി ഒന്ന് ചെത്തിയെടുക്കണം. ഇപ്പോൾ നമ്മൾ ഈ പൈനാപ്പിൾ മുഴുവനായിട്ട് എടുക്കുവാണെങ്കിൽ മൊത്തത്തിൽ തൊലി ചെത്താം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പോർഷനാണോ വേണ്ടത് അത്രയും വെച്ച് കട്ട് ചെയ്തിട്ട് ആ ഭാഗം മാത്രം തൊലി എത്തിയാൽ മതി. നമുക്കിതൊന്ന് തൊലി എത്തിയെടുക്കാം. നമുക്കിതിൻ്റെ വീതിയുള്ള ഭാഗം അടിയിലോട്ട് വെച്ചിട്ട് വീതി കുറഞ്ഞ ഭാഗം മുകളിൽ വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ തൊലിയൊക്കെ ചെത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് പൈനാപ്പിളിൻ്റെ ഈ മുള്ള് പോലത്തെ പോർഷൻ ഉണ്ട്, അത് നമുക്കതങ്ങ് എടുത്ത് കുത്തിയെടുത്ത് കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പീലറിൻ്റെ അറ്റം ഇങ്ങനെ കൂർത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ എന്തെങ്കിലും ഒരു കൂർത്തിട്ടുള്ള ഒരു സാധനം എടുത്താൽ മതി. ഇതിൻ്റെ അത് വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതി, പെട്ടെന്ന് കഴിയും. അതുപോലെ അങ്ങ് കുത്തി ഇറക്കുക, ഒന്ന് പ്രസ് ചെയ്ത് വലിക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ പക്ഷേ ഇതിങ്ങനെ ചെയ്യുന്നില്ല, കാരണം എനിക്കിത് ജ്യൂസ് അടിക്കാനും വേണം, ബാക്കി കറി വെക്കാനും വേണം. ഇപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ ആ പുറമേ ഉള്ള ആ ഭാഗം ഞാൻ കുറച്ച് തിക്കായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ അത് ഞാൻ ജ്യൂസ് അടിക്കാനും എടുക്കും, ഉള്ളിലത്തെ ഭാഗം കറി വെക്കാനും എടുക്കും. അപ്പം നമുക്കതൊന്ന് കട്ട് ചെയ്യാം. കണ്ടോ, ഈ പോർഷൻ അങ്ങ് മുള്ളുള്ള ഭാഗം ഇങ്ങനെ മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് ജ്യൂസ് അടിക്കാൻ എടുക്കാം. അതുപോലെ എല്ലാ ഭാഗവും അങ്ങ് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ പ്രത്യേകിച്ച് പൈനാപ്പിളിൻ്റെ സീസണാണ്. അപ്പോൾ പൈനാപ്പിൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് കഴിയും. രണ്ട് കാര്യം കൂടെ ഒരുമിച്ചാണെങ്കിൽ നമുക്കിത് കറിയിൽ ആവശ്യമില്ലാത്തതാണ്, പക്ഷേ നമുക്കിത് ജ്യൂസ് അടിക്കാനാണെങ്കിൽ പ്രശ്നമില്ല, അരിച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത്. കണ്ടോ, ഇപ്പം ആ ഒരു ഫസ്റ്റ് ലെയർ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കട്ട് ചെയ്ത് കളഞ്ഞല്ല, ജ്യൂസ് അടിക്കാൻ എടുത്ത് മാറ്റി വെച്ചതാണ്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ നടുവിലത്തെ ഈ പോർഷൻ ഇല്ലേ, ഇത് നമുക്ക് വേണ്ട. ഇത് കുറച്ച് ഹാർഡായിരിക്കും. കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസിലൊക്കെ ഇടാം കേട്ടോ, വലിയ കുഴപ്പമില്ല. ചിലർക്ക് അലർജി ഉണ്ടാവും, അത് ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ എടുക്കാറുണ്ട് ഇത്. നമുക്കിത് ഈ പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇത് ഞാൻ ജ്യൂസിൽ അടിക്കാൻ എടുക്കുവേ. ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെക്കാം. ഇപ്പം ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഈ പീസ് എടുത്ത് ഞാൻ ജ്യൂസ് അടിക്കട്ടെ. മറ്റേതും പീസും ഇതും കൂടെ എടുത്ത് ജ്യൂസ് അടിച്ചിട്ട് വരട്ടെ. പൈനാപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. 3 ഗ്ലാസ് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട്. ഞാനിപ്പോൾ പുറമേ ഉള്ള പോർഷനിൽ നിന്നും നടുഭാഗം മാത്രം എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇപ്പം ഞങ്ങളത് കുടിക്കട്ടെ. കുടിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് മുറിക്കാം. ഇപ്പം ജ്യൂസൊക്കെ കുടിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് വലിയ വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് കുക്കറിൽ വേവിക്കാനുള്ളതാണ്. നമുക്ക് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ മുറിച്ച കഷ്ണങ്ങൾ ഏകദേശം ഒരു 1/2 കിലോ ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇതിലേക്ക് ഒരു സ്പൂണൊക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പൊക്കെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇടട്ടോ, അധികം ഇട്ടിട്ട് കൂടി പോകണ്ട. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മതി. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് 1 കപ്പൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അടച്ചു വെച്ച് ഇത് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം വിസിൽ പോയിട്ടുണ്ട്. ഒരു 3 വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. ഇതിപ്പം വെന്തിട്ടുണ്ട് നന്നായിട്ട്. നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഞാൻ ഒരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കുക്കറിലിരുന്നാൽ പെട്ടെന്നൊന്നും തണുക്കില്ല, കാരണം കുക്കർ തന്നെ നല്ല ചൂടാണ്. ഇപ്പോൾ ഒന്ന് പരന്ന പാത്രത്തിൽ ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തണുത്ത് കിട്ടും. ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെച്ചിട്ട് നന്നായിട്ടങ്ങ് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4-5 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പം കാശ്മീരി മുളകാണ്. സാധാരണ മുളകാണെങ്കിൽ ഇത്രയും വേണ്ട. ഞാൻ കാശ്മീരി മുളക് തന്നെയാണ് ഉപയോഗിക്കാറ്. അധികം എരിവ് വേണ്ട ഞങ്ങൾക്ക്. ഇപ്പം മുളക് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയാണ് ഇട്ടത്. മൂത്തിട്ടുണ്ട്. കറിവേപ്പില ഒന്ന് മൂത്ത് കഴിയുന്ന സമയത്ത് നമുക്ക് പൈനാപ്പിളിൻ്റെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മിക്സിൻ്റെ ജാറ് കഴുകിയിട്ട് ഉള്ള വെള്ളമാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരുന്നുണ്ട്. ഇനി ഒരു തിളച്ച് കുറുകി നല്ല ട്രാൻസ്പെറൻ്റ് ആവുന്ന വരെ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ തിളയ്ക്കുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. അത്രയ്ക്ക് സിമ്പിളാണ് ഇത് കറി. പക്ഷേ ഇത് കറിയല്ല, സൈഡിൽ തൊട്ട് കൂട്ടാനുള്ള ഒരു സൈഡ് ഡിഷ്. ഇതിപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. പക്ഷെ ഉപ്പ് നമുക്ക് പിന്നെ ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. കാരണം പിന്നെ ഇത് നന്നായിട്ട് കുറുകുമ്പോഴത്തേക്കും ഉപ്പ് അധികമായിപ്പോയി. ഇപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഉപ്പിട്ടിട്ടുണ്ടല്ലോ, അത് മതി. നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. കാരണം ഇതിൽ നല്ല മധുരമുള്ള പൈനാപ്പിളാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് 2 സ്പൂണേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മധുരം ഇല്ലാത്ത പൈനാപ്പിളാണ്, നല്ല പുളിയുള്ള പൈനാപ്പിൾ ആണെങ്കിൽ മധുരം കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം. അതിപ്പോൾ നമ്മളിപ്പോൾ ഈ പുളിയിഞ്ചിയൊക്കെ തൊട്ട് കൂട്ടില്ലേ, അതുപോലെ കൂട്ടാനുള്ളൊരു കറി. അപ്പോൾ അത് ആ സമയത്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ അപ്പം ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ 2 സ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഒന്ന് വറ്റിട്ടെ. ഇപ്പം വറ്റി വരുന്നുണ്ട്. ഇലയിലൊക്കെ ഒഴിച്ചാൽ ഇങ്ങനെ ഒഴുകി പോവാത്ത ആ ഒരു കൺസിസ്റ്റൻസിയിൽ. ഈ റെസിപ്പി എനിക്ക് തന്നത് അഗ്രികൾച്ചർ കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഡോക്ടർ അമ്പിളി പോളാണ്. അപ്പോൾ ഈ സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പി തന്നതിന് അമ്പിളി ടീച്ചറിന് താങ്ക് യു. ഇത് നമ്മൾ ഉള്ളിയോ അങ്ങനത്തെ ഒന്നും ഇടുന്നില്ല, തേങ്ങ ഇടുന്നില്ല, ഉള്ളി ഇടുന്നില്ല, ഒന്നും ചെയ്തില്ല. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ കുറച്ച് കാലം നമ്മളത് ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കാറ്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചോറിനൊക്കെ സൈഡായിട്ട് കൂട്ടാം. ഇപ്പം നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇതുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ഒക്കെ. ഇതങ്ങനെ നന്നായിട്ട് പൊട്ടിത്തെറിക്കും. ഇത് തെറിച്ച് കയ്യിലോട്ടൊക്കെ തെറിക്കാതെ ശ്രദ്ധിക്കണം. ഇതിങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഓഫാക്കി കൊടുക്കാം. അത് ഇരിക്കുമ്പോൾ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുറുകും. അപ്പോൾ നമുക്കിത് മതി, ഓഫാക്കണേ. ഇത്രയേ ഉള്ളൂ. നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. ഫുള്ള് ആവി വെള്ളം വീഴുന്ന തരത്തിൽ അടച്ചു വെക്കരുത്. കുറച്ചൊന്ന് അടപ്പ് ഒന്ന് ചരിച്ച് അടച്ചു വെച്ച് കൊടുത്താൽ മതി. ഇത് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമ്മൾ കുപ്പിയിലേക്ക് നിറച്ച് വെക്കാവുള്ളേ. ഇത് ഞാൻ കുപ്പിയിലൊക്കെ നിറച്ച് വെക്കുന്നുണ്ട്, പക്ഷെ പെട്ടെന്ന് തീരും. അത്രയ്ക്ക് ഡിമാൻഡാണിത്. ഇതിപ്പോൾ പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒന്ന് തിക്കാവും. ഞാനിതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചു തരാം. ഇലയിലൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവിടെ കിടക്കും. ഞാൻ ഈ പ്ലേറ്റ് ഒന്ന് ചരിച്ച് കാണിച്ചു തരാം, അതിൻ്റെ ആ ഒരു തിക്നെസ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. മധുരവും പുളിയും എരിവും ഒക്കെയുള്ള ഒരു സൈഡ് ഡിഷാണ്. ഇത് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. ആവശ്യാനുസരണം എടുത്ത് കഴിക്കാം. പിന്നെ സദ്യക്കാണെന്നുണ്ടെങ്കിൽ പുളിയിഞ്ചി കഴിഞ്ഞും ഇഷ്ടം ഇതാണ് എനിക്ക്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ചിൽഡ്രൻ, സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.